ഖുർആനിലെ ആലു ഇമ്രാൻ കുടുംബം എന്ന തലക്കെട്ടിലുള്ള അധ്യായമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 32 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഈ അധ്യായത്തിൻ്റെ തലക്കെട്ടായിട്ടുള്ള ആലു ഇമ്രാൻ കുടുംബം എന്നത് ഏത് കുടുംബത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന കാര്യത്തിലും, ഇമ്രാൻ കുടുംബം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന കാര്യത്തിലും ഖുർആൻ്റെ വ്യാഖ്യാതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നതാണ് ഏറ്റവും വലിയ തമാശ. ഖുർആനിലെ ഒരധ്യായത്തിൻ്റെ തലക്കെട്ടായി കൊടുത്ത ഇമ്രാൻ കുടുംബം എന്ന വാക്കുകൊണ്ട് ഏത് കുടുംബത്തെയാണ് ഉദ്ദേശിക്കുന്നത് എന്നും ഏതർത്ഥത്തിലാണ് ആ പ്രയോഗമെന്നും ഖുർആൻ വ്യാഖ്യാനിക്കുന്നവർക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല എന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, മലയാളത്തിലുള്ള തഫ്സീറുകളിൽ തന്നെ ഇത് കാണാം. എന്തുകൊണ്ട് ഈ അഭിപ്രായ വ്യത്യാസം വന്നു എന്നതും ഈ ഒരു പ്രയോഗവും ഈ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കുറേ കാര്യങ്ങളും ഖുർആനിൻ്റെ ദൈവീകത എന്ന സോപ്പ് കുമിളയെ എങ്ങനെയാണ് തകർത്ത് കളയുന്നത് എന്നും നമുക്ക് ഇനി ഞാൻ വായിക്കുന്ന വാക്യങ്ങളുടെ വിശദീകരണത്തിലൂടെ ചർച്ച ചെയ്യാം. ഈ ആലു ഇമ്രാൻ എന്ന് പറയുന്നത് ഏത് കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട് എന്നും അഭിപ്രായ ഭിന്നതയുണ്ട് എന്നും പറയുന്നത് ഞാനല്ല, ഇതാ ഇമാം റാസി തന്നെ പറയുന്നത് നോക്കൂ. ഇബ്രാഹിം നബിയുടെ കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസികളാണെന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഫറോവയുടെ കുടുംബം എന്ന പ്രയോഗം കൊണ്ടുള്ള ഉദ്ദേശം അവനിൽ വിശ്വസിച്ചവർ എന്നാണ്. എന്നാൽ ഇമ്രാൻ കുടുംബം എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും പിതാവാണ് ഇമ്രാൻ. അപ്പോൾ ഇമ്രാൻ കുടുംബം എന്നതിൻ്റെ വിവക്ഷ അവരെ പിന്തുടരുന്നവരാണ്. മറിയം ബീവിയുടെ പിതാവിൻ്റെ പേര് ഇമ്രാനുബിനു മാസാൻ എന്നാണ്. 2 ഇമ്രാൻമാരുടെയും ഇടയിൽ 1500 വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ട്. ഇങ്ങനെയാണ് ഇമാം റാസി ഉരുളുന്നത്. ഇതെന്തുകൊണ്ടാണ് ഉരുളലാവുന്നത് എന്ന് ഞാൻ വിശദീകരിക്കാം. നമുക്കാദ്യം ഖുർആനിലെ 33-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. തീർച്ചയായും ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇനി ഇവിടുന്നായിട്ട് കുറേ വാക്യങ്ങൾ ബൈബിളിലെ കഥാപാത്രങ്ങളെല്ലാം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഞാനും അതിൻ്റെയൊക്കെ ആളാണ് എന്നും ബൈബിളിൽ പറയുന്ന ഈ പ്രവാചകന്മാരൊക്കെ എൻ്റെ മുൻമുറക്കാരാണ് എന്നും ഞാൻ അവരുടെ ഒരു പിൻഗാമിയായിട്ട് വന്ന അതേ ഗണത്തിൽപ്പെട്ട പ്രവാചകനാണ് എന്നും കൂടെയുള്ള വിശ്വാസികളെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി അവരിൽ ഉണ്ടായ ആശയക്കുഴപ്പങ്ങൾക്ക്, അതിലൂടെ മുഹമ്മദിന് സംഭവിച്ച നാണക്കേടിനും ജാള്യതയ്ക്കും ഒരു പരിഹാരമായി, ഒരു മറുമരുന്നായി മുഹമ്മദ് അവതരിപ്പിക്കുന്ന കുറേ കഥകളാണ് ഇനി ഇവിടെ പറയാൻ പോകുന്നത്. ഇത് ക്രിസ്ത്യാനികളോ യഹൂദരോ വന്ന് മുഹമ്മദിനെ വെള്ളം കുടിപ്പിച്ച സമയത്ത് ആശയപരമായി മുഹമ്മദ് പറയുന്ന കഥകൾക്കൊന്നും ഞങ്ങളുടെ വേദഗ്രന്ഥവുമായിട്ടോ ഞങ്ങളുടെ വിശ്വാസവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല എന്നും മുഹമ്മദ് പറയുന്നതെല്ലാം കളവാണ് എന്നും അതിൻ്റെ തെളിവുകൾ ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദിനെ കൃത്യമായി ഉത്തരം മുട്ടിച്ച ഒരു സന്ദർഭത്തിൽ അതിൻ്റെ ജാള്യത മറക്കാൻ വേണ്ടിയിട്ട് ഞാനും അതിൻ്റെയൊക്കെ ആളാണ്, എനിക്കും ഈ കഥകളൊക്കെ അറിയാം എന്ന് കൂടെയുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് നടത്തുന്ന ഒരു വൃഥാശ്രമമാണ് ഈ കഥ പറച്ചിൽ എന്നാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇവിടെ ആദം നബി തൊട്ട് പറഞ്ഞിട്ട് ഇബ്രാഹീമിൻ്റെ കുടുംബം എന്നും പറഞ്ഞിട്ട് പിന്നെ ഇമ്രാൻ കുടുംബം എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ അള്ളാഹു പ്രത്യേകം ഉത്കൃഷ്ടരായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് കഥ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഈ ഇബ്രാഹീമിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ സംശയമൊന്നുമില്ല, ഇബ്രാഹിം നബിയുടെ കുടുംബം, ഇസ്രായേലിയർ മൊത്തം ഇബ്രാഹിം നബിയുടെ കുടുംബം എന്നുള്ളതെല്ലാം അറിയപ്പെടുന്നത്. കാരണം അബ്രഹാമിൽ നിന്നാണ് ആ ഒരു വംശം ആരംഭിക്കുന്നത്. പക്ഷേ ഇവിടെ ഇമ്രാൻ കുടുംബം എന്ന് പറഞ്ഞത് ആരെ ഉദ്ദേശിച്ചാണ്? അതിലാണ് പണ്ഡിതന്മാർക്ക് തർക്കമുണ്ടായത്. പണ്ഡിതന്മാർക്കല്ല ഇവിടെ തർക്കമുണ്ടായത്, ഇവിടെ മുഹമ്മദിന് ഭീമമായ ഒരു അബദ്ധം പറ്റിയതാണ്. മുഹമ്മദ് ഇസ്രായേലിയരുടെ കഥകളൊക്കെ ആരുടെയൊക്കെയോ അടുത്ത് പോയിട്ട് കേട്ട് പഠിച്ചപ്പോൾ ആ കഥകൾ കൃത്യമായി മനസ്സിലാക്കാതെ കോപ്പി അടിച്ചതുകൊണ്ട് മുഹമ്മദിന് അതിനകത്തുള്ള കഥാപാത്രങ്ങളെ പരസ്പരം മാറിപ്പോയി, അല്ലെങ്കിൽ കൂടിക്കൊഴിഞ്ഞുപോയി. ഇതാണ് സംഭവം. ഇതിൻ്റെ തെളിവ് ഈ ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കിടപ്പുണ്ട്.
ആ അബദ്ധത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കൾ കിടന്ന് ഉരുളുന്നതും മുഹമ്മദ് തന്നെ ഒരു വേള ഈ അബദ്ധം മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ ന്യായങ്ങളും ആ ന്യായങ്ങൾ ഒരിക്കലും ശരിയാവില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മുഹമ്മദ് പോലും പറയാത്ത നുണകൾ പറഞ്ഞുകൊണ്ട് വ്യാഖ്യാതാക്കൾ ഇതിന് വേറെ ന്യായങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. എന്താ മുഹമ്മദിന് പറ്റിയ അബദ്ധം ഇമ്രാൻ കുടുംബം എന്ന് മുഹമ്മദ് ഇവിടെ പറഞ്ഞത് കൃത്യമായിട്ടും ഇപ്പോൾ നമ്മൾ ഇമാം റാസിയിൽ വായിച്ചതുപോലെ ഇമ്രാൻ്റെ മക്കളായ മൂസയുടെ സഹോദരനായ ഹാറൂൻ, അവരുടെ സഹോദരിയായിരുന്ന മിറിയം എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഇമ്രാൻ്റെ മക്കളായ മൂസയും ഹാറൂനും മിറിയമും ഇത് മൂസാ നബിയുടെ കുടുംബമാണ്. മൂസാ നബിയുടെ ബാപ്പയാണ് ഇമ്രാന്, മൂസാ നബിയുടെ സഹോദരനാണ് ഹാറൂന്, അവരുടെ രണ്ടാളുടെയും സഹോദരിയാണ് മിറിയം. ഇവിടെ മുഹമ്മദ് തെറ്റിദ്ധരിച്ചത് ആ മിറിയം തന്നെയാണ് യേശു ക്രിസ്തുവിനെ പ്രസവിച്ച കന്യാമറിയം എന്നാണ്. ഇത് രണ്ടും രണ്ട് മറിയമാണ് എന്ന് മുഹമ്മദിന് തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടുണ്ട്. ഒന്നുകിൽ മുഹമ്മദിന് കഥ പറഞ്ഞു കൊടുത്തവർക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ട് തെറ്റായി പറഞ്ഞു കൊടുത്തതാവാം, അതല്ലെങ്കിൽ മുഹമ്മദ് ഈ കഥ കേട്ട് മനസ്സിലാക്കിയപ്പോൾ ആ കഥാപാത്രങ്ങളെ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെയും ആ ചരിത്രത്തെയും ഒന്ന് കൃത്യമായൊരു ചരിത്രബോധത്തോടു കൂടി മനസ്സിലാക്കിയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം മുഹമ്മദിന് ആവശ്യമുള്ള പൊട്ടും പൊടിയൊക്കെ എടുത്തുകൊണ്ടെന്നിട്ട് ആയത്തുകളായിട്ട് വീശിയപ്പോൾ മുഹമ്മദിന് ഈ രണ്ട് കഥാപാത്രങ്ങളും ഒന്നാണ് എന്ന അബദ്ധം പറ്റിപ്പോയതാണ്. ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങളും ഖുർആൻ വ്യാഖ്യാതാക്കൾ നടത്തുന്നുണ്ട്. ഇവിടെ മുഹമ്മദിന് തന്നെ ഈ അബദ്ധം പറ്റിയെന്ന് ഒരു വേള ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് തിരുത്താൻ പറ്റാത്ത വിധത്തിൽ ഖുർആനിൽ പലയിടത്തും പല രീതിയിൽ ഇത് പറഞ്ഞു പോയതുകൊണ്ട് മുഹമ്മദ് തൽക്കാലം എന്തൊക്കെയോ പറഞ്ഞ് വീണത് വിദ്യയാക്കാൻ ശ്രമിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തെളിവുകൾ ഹദീസുകളിലുണ്ട്. ഞാൻ ആ ഹദീസുകൾ കാണിക്കാം. അതിനു മുമ്പ് ഞാൻ ഈ ഖുർആൻ വാക്യങ്ങൾ 33 ശേഷമുള്ള 2-3 വാക്യങ്ങൾ കൂടെ വായിച്ച് കേൾപ്പിക്കാം. അപ്പോഴാണ് ആ കഥ എങ്ങനെയാണ് പോകുന്നത് എന്നും അതിലെന്താണ് മുഹമ്മദിന് പറ്റിയ അബദ്ധം എന്നും മനസ്സിലാവുക. നമ്മൾ വായിച്ച വാക്യം, തീർച്ചയായും ആദമിനെയും നൂഹിനെയും ഇബ്രാഹിം കുടുംബത്തെയും ഇമ്രാൻ കുടുംബത്തെയും ലോകരിൽ ഉത്കൃഷ്ടരായി അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു, ചിലരുടെ സന്തതികളായിക്കൊണ്ട്. ഇത് ആ 33-ാം വാക്യത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ചെറിയ വാക്യശകലമാണ്, ചിലരുടെ സന്തതികളായിക്കൊണ്ട് എന്നുള്ളത്. എന്നിട്ട് അത് ഒരു വാക്യമായിട്ട് നീട്ടി ഓതാൻ വേണ്ടി അവിടെ കൊണ്ടുപോയിട്ട് വല്ലാഹു സമീഉൻ അലീം എന്നങ്ങോട്ട് എഴുതി ചേർത്തു. ഇങ്ങനെ കുറച്ച് 2-3 സാധനങ്ങളുണ്ട് എല്ലായിടത്തും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദ് റെഡിമെയ്ഡ് ഉണ്ടാക്കി വെച്ച കുറേ സാധനം. ഖുർആൻ മുടനീളം ആ റെഡിമെയ്ഡ് സാധനങ്ങൾ കൊണ്ടാണ് ഖുർആൻ വാക്യങ്ങൾക്ക് നീട്ടിപ്പാടാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമീഉൻ അലീം എന്ന് ചേർത്തുകൊണ്ട് ചിലരുടെ സന്തതികളായിക്കൊണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ ഒരു ബന്ധവും ഇല്ലാത്ത ആ ഒരു സാധനം അവിടെ കൊണ്ടുപോയി ഒട്ടിച്ചിട്ടുണ്ട്. കാരണം അത് ഓതാൻ വേണ്ടിയിട്ടാണ്, പാടാൻ വേണ്ടി, കവിതയാക്കാൻ വേണ്ടി മുഹമ്മദ് കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. മുഹമ്മദ് കുറേ റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ആയത്തിൻ്റെ അറ്റത്ത് കൊണ്ടുപോയിട്ട് അത് ഒട്ടിക്കലായിരുന്നു മുഹമ്മദിൻ്റെ പരിപാടി. 35 ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം, എൻ്റെ രക്ഷിതാവേ, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഒഴിഞ്ഞു വെക്കാൻ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു, ആകയാൽ എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ, തീർച്ചയായും നീ കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ. 36 എന്നിട്ട് പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, ഞാൻ പ്രസവിച്ച കുട്ടി പെണ്ണാണല്ലോ, എന്നാൽ അള്ളാഹു അവൾ പ്രസവിച്ചതിനെപ്പറ്റി കൂടുതൽ അറിവുള്ളവനത്രേ, ആണ് പെണ്ണിനെ പോലെയല്ല, ആ കുട്ടിക്ക് ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു, ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അവളെയും അവളുടെ സന്തതികളെയും രക്ഷിക്കുവാനായി ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇമ്രാൻ്റെ ഭാര്യയാണ് സംസാരിക്കുന്നത്. ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞ സന്ദർഭത്തെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ രക്ഷിതാവേ, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഞാൻ ഒഴിഞ്ഞു വെച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രസവിച്ചപ്പോൾ അത് പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിയായപ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും അവളെയും അവളെ സന്തതികളെയും രക്ഷിക്കുവാനായി ഞാൻ അഭയം പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രാർത്ഥന നടത്തി. കാരണം പെൺകുട്ടി ആയതുകൊണ്ട് പിന്നെ നേർച്ചയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ആരാണ് ഈ പ്രസവിക്കാൻ പോകുന്നത്? ഇമ്രാൻ്റെ ഭാര്യ.
അമ്രഅത്തു ഇമ്രാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലത്ത് അമ്രഅത്തു ഇമ്രാന, ഇമ്രാൻ്റെ ഭാര്യയാണ്, ഇമ്രാൻ്റെ കെട്ടിയോളാണ് ഈ പ്രസവിക്കാൻ പോകുന്ന കാര്യം ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഇമ്രാൻ ആരാണ്? മൂസ നബീൻ്റെ വാപ്പയായ ഹാറൂൻ നബിയുടെ വാപ്പയായ ഇമ്രാനാണ്. ആ ഇമ്രാൻ്റെ ഭാര്യ പ്രസവിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്. മൂസയുടെയും ഹാറൂൻ്റെയും സഹോദരിയായിട്ട് ജനിക്കാൻ പോകുന്ന മറിയമിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇമ്രാൻ കുടുംബം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇമ്രാൻ കുടുംബം എന്ന് പറഞ്ഞാൽ മൂസ നബീൻ്റെയും ഹാറൂൻ നബിയുടെയും ബാപ്പയായ ഇമ്രാനും അയാളുടെ ഭാര്യയും പിന്നെ അവർക്ക് ജനിച്ച മകളായ മറിയമും അവരുടെ ഈ ഹാറൂൻ്റെയും മൂസയുടെയും സഹോദരിയായ മറിയമും ചേർന്ന ആ കുടുംബമാണ് ഇവിടെ പറയുന്ന ഇമ്രാൻ കുടുംബം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ കുട്ടി പ്രസവിച്ച് വരുന്നതോടുകൂടി ഈ മറിയം പിന്നെ ആരായി മാറുകയാണ്? നേരെ യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ കന്യാമറിയമായിട്ട് മാറുകയാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന കഥ മുഴുവൻ കന്യാമറിയത്തിൻ്റെയും യേശുവിൻ്റെ ജനനത്തിൻ്റെയും കഥയാണ്. അപ്പോൾ ഇതാണ് മുഹമ്മദിന് പറ്റിയ അബദ്ധം. മുഹമ്മദ് ഈ ബൈബിൾ കഥയൊക്കെ ഏതോ പെരുങ്കൊല്ലൻ്റെ ആലയിൽ പോയിരുന്ന് കേട്ടപ്പോൾ മുഹമ്മദ് രണ്ട് മറിയം രണ്ട് സന്ദർഭങ്ങളിലായി കേട്ടു, അത് രണ്ടും ഒരു മറിയമാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അതല്ലെങ്കിൽ മുഹമ്മദിന് കഥ പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് കാര്യമായ കഥ ഇല്ലാത്തതുകൊണ്ട് അവരും ഈ രണ്ട് മറിയമും ഒന്നാണ് എന്ന ധാരണയിൽ മുഹമ്മദിന് കഥ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് സംഭവിച്ചു പോയ അബദ്ധമാണിത്. ഇനിയാണ് നമുക്ക് ഈ അബദ്ധത്തിൽ കിടന്ന് ഉരുളുന്ന നമ്മുടെ വ്യാഖ്യാതാക്കളെ പരിശോധിക്കേണ്ടത്. ഞാൻ ആദ്യം മൗദൂദി സാഹിബ് എഴുതി വെച്ച കാര്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇമ്രാൻ്റെ സ്ത്രീ എന്നതുകൊണ്ട് ഇമ്രാൻ്റെ ഭാര്യയാണ് വിവക്ഷ എന്ന് വയ്ക്കുന്ന പക്ഷം ഇത് മുൻ പ്രസ്താവിച്ച ഇമ്രാൻ അല്ലെന്നും ഇമ്രാൻ എന്നു തന്നെ പേരുണ്ടായേക്കാവുന്ന മറിയമിൻ്റെ പിതാവാണ് ഉദ്ദേശ്യമെന്നും സമ്മതിക്കേണ്ടി വരും. ചില ക്രിസ്തീയ നിവേദനങ്ങളിൽ മറിയമിൻ്റെ പിതാവ് ലുആക്കിം ആണ് എന്ന് പറയുന്നു. ഇനി ഇമ്രാൻ്റെ സ്ത്രീ എന്നാൽ ഇമ്രാൻ കുടുംബത്തിലെ സ്ത്രീ എന്നാണ് വിവക്ഷയെങ്കിൽ മറിയമിൻ്റെ മാതാവ് ആ കുടുംബവുമായി ബന്ധപ്പെട്ടവളായിരുന്നു എന്നാണ് അർത്ഥം വരിക. എന്നാൽ ഈ രണ്ടർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ സ്ഥിരീകരിക്കത്തക്ക ഒരു വിജ്ഞാന മാർഗവും നമ്മുടെ പക്കലില്ല. എന്തുകൊണ്ടെന്നാൽ മറിയമിൻ്റെ പിതാവ് ആരായിരുന്നുവെന്നോ മാതാവ് ഏതു ഗോത്രക്കാരിയായിരുന്നുവെന്നോ ചരിത്രത്തിലെവിടെയും പറഞ്ഞു കാണുന്നില്ല. എന്നാൽ യഹ്യായുടെ മാതാവും മറിയമിൻ്റെ മാതാവും കുടുംബപരമായി സഹോദരികളായിരുന്നുവെന്ന റിപ്പോർട്ട് ശരിയാണെന്ന് സമ്മതിക്കുന്ന പക്ഷം ഇമ്രാൻ്റെ സ്ത്രീയുടെ അർത്ഥം ഇമ്രാൻ കുടുംബത്തിലെ സ്ത്രീ എന്നു തന്നെയാണ് ശരിയാവുക. കാരണം യഹ്യായുടെ മാതാവ് ഹാറൂൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവളായിരുന്നുവെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ മൗദൂദി ഈ ബൈബിൾ കഥകൾ ഖുർആനിൽ ആവർത്തിക്കുന്നിടത്തൊക്കെ ബൈബിളൊന്ന് പോയി പരിശോധിച്ചിട്ടുണ്ട്. ബൈബിൾ പരിശോധിച്ചപ്പോഴാണ് മൗദൂദിക്ക് ബൈബിളിലെ കഥയും ഖുർആനിൽ പറയുന്നതും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പലയിടത്തും മനസ്സിലായത്. അതിനൊക്കെ ഓട്ടയടക്കാൻ വേണ്ടി മൗദൂദി ഒരുപാട് ഉരുളൽ പലയിടത്തും നടത്തുന്നുണ്ട്. അതുപോലെ ഒരു ഉരുളലാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇവിടെ മൗദൂദി ഒന്നും സമ്മതിക്കുന്നില്ല. ഇത് ഏത് ഇമ്രാൻ കുടുംബമാണ് ഈ ഖുർആനിൽ പറയുന്നത് എന്ന് സമ്മതിക്കുന്നില്ല. ഇത് മൂസാ നബിയുടെ കുടുംബമാണോ അതോ ഈസാ നബിയുടെ ഉമ്മാൻ്റെ കുടുംബമാണോ ഇവിടെ പറയുന്നത്? രണ്ടും സമ്മതിക്കാതെ വേറൊരു ന്യായം പറയാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഹാറൂൻ്റെ സഹോദരി എന്ന് പറഞ്ഞതും ഇമ്രാൻ്റെ പുത്രി എന്ന് പറഞ്ഞതും അക്ഷരാർത്ഥത്തിൽ മകളെ അല്ലെങ്കിൽ പെങ്ങള് എന്ന അർത്ഥത്തിലല്ല എന്നും അത് ആ വംശാവലിയിൽ ജനിച്ചു പോയവരാണ് എന്ന അർത്ഥത്തിലാണ് എന്നും അതിന് തെളിവായിട്ട് ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നും ഒക്കെയാണ് മൗദൂദി പറഞ്ഞ് ഉരുളുന്നത്. അങ്ങനെ പറയാൻ മാത്രമുള്ള യാതൊരു ബന്ധവും ഈ കന്യാമറിയവും മോശയുടെ സഹോദരിയായ മറിയവും അല്ലെങ്കിൽ മോശയുടെ പിതാവായ അമ്രാനും തമ്മിലോ മോശയുടെ സഹോദരനായ ഹാറൂനും തമ്മിലോ ഇല്ല. എന്നാൽ ഈ പറയുന്നതൊന്നുമല്ല സത്യം. ഇവിടെ ഇമ്രാൻ്റെ പുത്രി എന്നും ഹാറൂൻ്റെ സഹോദരി എന്നും മറ്റൊരു സ്ഥലത്തും ഖുർആനിൽ പറയുമ്പോൾ 19:28 ഹാറൂൻ്റെ സഹോദരി എന്ന് പറയുന്നുണ്ട്. ആ പറയുന്നത് മാത്രമായിരുന്നെങ്കിൽ മൗദൂദി ഉരുളുന്നത് പോലെ ഒരിക്കൽ മുഹമ്മദ് തന്നെ ഉരുണ്ടതുപോലെ ഇത് വംശാവലിയുടെ പേരാണ് എന്ന് പറയാമായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ ഇമ്രാൻ്റെ ഭാര്യ, ഇമ്രാൻ്റെ പെണ്ണ് പ്രസവിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇമ്രാൻ്റെ
പുത്രി എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ തന്നെ ഈ മൂസയുടെ പിതാവായ ഹാറൂൻ്റെ പിതാവായ ഇമ്രാൻ്റെ മകളായിട്ട് ജനിച്ച മറിയം തന്നെയാണ് ഇവിടെ മുഹമ്മദ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ ഖുർആനിൽ 3 സ്ഥലത്ത് 3 വിധത്തിൽ പറഞ്ഞതുകൊണ്ടാണ് എങ്ങനെ ഉരുണ്ടാലും ന്യായീകരിച്ചാലും ഇത് ആ ഇമ്രാൻ്റെ കുടുംബം അല്ല എന്ന് സ്ഥാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് വ്യാഖ്യാതാക്കൾ പലരും ഇമ്രാൻ കുടുംബം എന്ന് പറഞ്ഞത് മൂസാ നബിയുടെ കുടുംബം തന്നെയാണ് എന്നും, എന്നാൽ പിന്നീട് പറയുന്ന മറിയമിൻ്റെ പിതാവായ ഇമ്രാൻ വേറെ ഇമ്രാനാണ് എന്നും ഒരു കഥയാണ് വ്യാഖ്യാതാക്കൾ പിന്നെ ഉണ്ടാക്കിയത്. ഈ കഥ മുഹമ്മദ് പോലും അറിഞ്ഞിട്ടില്ലാത്ത പച്ചക്കള്ളമാണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. കാരണം മുഹമ്മദ് അങ്ങനെ വിശദീകരിച്ചിട്ടില്ല. മുഹമ്മദിൻ്റെ അടുക്കൽ ചില ആളുകൾ അന്ന് തന്നെ നജ്റാനിലെ ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടും യഹൂദന്മാർ പറഞ്ഞിട്ടും ഈ അബദ്ധം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചൂണ്ടിക്കാണിച്ചപ്പോൾ മുഹമ്മദ് ഉരുണ്ടത് ഇപ്പം മൗദൂദി ഉരുണ്ടതുപോലെ ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണ്. അവിടെ ഹാറൂൻ്റെ സഹോദരി എന്ന പ്രയോഗം മാത്രം എടുത്തിട്ട് മുഹമ്മദ് പറഞ്ഞു ഹാറൂൻ്റെ സഹോദരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഹാറൂൻ ഉൾപ്പെടുന്ന കുടുംബത്തിലെ അല്ലെങ്കിൽ ആ വംശത്തിൽപ്പെട്ട ആൾ എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ നമ്മൾ സാധാരണ ഭാഷയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്, ആ അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാനാണ് മുഹമ്മദ് ഒരു സമയത്ത് ശ്രമിച്ചിട്ടുള്ളത് എന്ന് ചില ഹദീസുകളിൽ കാണാം. എന്നാൽ വേറെ ചില ഹദീസുകളിൽ ഈ കാര്യം ആയിഷയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആയിഷ പറയുന്നത് അത് ഹാറൂൻ്റെ സഹോദരി എന്ന് പറഞ്ഞത് മൂസാ നബിയുടെ സഹോദരി തന്നെയാണ്, ആ ഇമ്രാൻ്റെ മകൾ എന്ന അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞത് എന്ന് ആയിഷ പറയുമ്പോൾ ഈ ചോദിക്കുന്ന ആൾ നബി അങ്ങനെ അല്ല പറഞ്ഞിട്ടുള്ളത് എന്ന് ആയിഷയെ തിരുത്തുമ്പോൾ ആയിഷ മിണ്ടാതിരുന്നു എന്ന് പറഞ്ഞുള്ള വേറൊരു ഹദീസുണ്ട്. അപ്പോൾ ആയിഷയ്ക്ക് പോലും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. മുഹമ്മദ് ഒരിക്കൽ ഇത് തിരുത്തി പറഞ്ഞു. മുഹമ്മദിൻ്റെ അടുത്ത ആളുകൾ തിരുത്താൻ വേണ്ടി വന്ന സമയത്ത് വീണത് വിദ്യയാക്കാൻ വേണ്ടി മുഹമ്മദ് ഹാറൂൻ്റെ സഹോദരി എന്നതിന് അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തു രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ഖുർആനിൽ ഹാറൂൻ്റെ സഹോദരി മാത്രമല്ല ഉള്ളത്, ഇമ്രാൻ്റെ പുത്രി എന്ന പ്രയോഗം മാത്രമല്ല ഉള്ളത്, ഇമ്രാൻ്റെ ഭാര്യ പ്രസവിച്ചവൾ എന്ന് കൃത്യമായിട്ട് ഈ വാക്യത്തിൽ വരുന്നുണ്ട്. ഇത് 3ഉം കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉരുണ്ടാലും ഇതിൻ്റെ ഓട്ടയടക്കാൻ പറ്റില്ല. ഓട്ടയടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് മുഹമ്മദ് പോലും പറയാത്ത ഒരു നുണ പറഞ്ഞുകൊണ്ട് പിന്നീടുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ 2 ഇമ്രാന്മാരെ പ്രതിഷ്ഠിച്ചത്. 2 ഇമ്രാന്മാരെ പ്രതിഷ്ഠിച്ചാലും പ്രശ്നം തീരില്ല. കാരണം കന്യാമറിയത്തിന് ഇമ്രാൻ എന്ന് പറയുന്ന ഒരു വാപ്പ ഇല്ല. കന്യാമറിയത്തിൻ്റെ വാപ്പയുടെ പേര് യോവാഹീം എന്നാണ്. യോവാഹീം എന്നാണ് ഹീബ്രുവിൽ എഴുതുന്നത് ഇങ്ങനെയാണ്. ഈ യോവാഹീം എന്ന ബൈബിളിലെ കഥാപാത്രമാണ് കന്യാമറിയത്തിൻ്റെ പിതാവ്. പിന്നെ എങ്ങനെയാണ് ഈ കന്യാമറിയത്തിന് ഇമ്രാൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു വാപ്പാനെ കൊണ്ടുവരാൻ പറ്റുക? നിവൃത്തിയില്ലാത്തതുകൊണ്ട് കന്യാമറിയത്തിൻ്റെ വാപ്പാനെ അങ്ങ് മാറ്റി ഇവർ. എന്തിനു വേണ്ടി? മുഹമ്മദിന് പറ്റിയ അബദ്ധം അവിടെ വലിയൊരു ഓട്ടയായിട്ട് കിടപ്പുണ്ട് ഖുർആനിൽ. ഖുർആൻ്റെ ദൈവികത പൊട്ടിപ്പാളീസാകുന്ന ഒരു കാര്യമാണ്, ഒരബദ്ധമാണ് ഇവിടെ മുഹമ്മദിന് പറ്റിയിട്ടുള്ളത്. അപ്പോൾ യോവാഹീം എന്ന് പറയുന്ന കന്യാമറിയത്തിൻ്റെ ബാപ്പാനെ തൽക്കാലം അവിടെ അടച്ചു വെച്ചിട്ട് കന്യാമറിയത്തിന് വേറൊരു ഇമ്രാൻ എന്ന് പറയുന്നൊരു വാപ്പുണ്ട് എന്നങ്ങോട്ട് പറഞ്ഞു. അപ്പോഴും പ്രശ്നം തീരൂല. അങ്ങനെയാണെങ്കിൽ കന്യാമറിയത്തിന് ഹാറൂൻ എന്ന് പറയുന്ന സഹോദരൻ ഉണ്ടാവണ്ടേ? കന്യാമറിയത്തിന് സഹോദരനേ ഇല്ല ബൈബിൾ കഥയനുസരിച്ച്. കന്യാമറിയത്തിൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒന്നും കാര്യമായ വിവരങ്ങളൊന്നും ബൈബിളിൽ ഇല്ല എന്നാണ് ഇപ്പോൾ മൗദൂദി തന്നെ ഇവിടെ പറഞ്ഞത്, നമ്മൾ വായിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഹാറൂൻ്റെ സഹോദരി എന്ന് വിശേഷിപ്പിച്ചത് അത് വംശാവലി പറഞ്ഞതാണ് എന്ന് ന്യായം പറഞ്ഞ് രക്ഷപ്പെട്ടാൽ ഈ ഇമ്രാൻ്റെ പുത്രി എന്ന് പറഞ്ഞെടുത്ത് വീണ്ടും വംശാവലി പറയേണ്ടി വരും. വീണ്ടും വംശാവലി പറയാൻ മുഹമ്മദ് ശ്രമിച്ചതായിട്ട് എവിടെയും തെളിവില്ല. പക്ഷേ അങ്ങനെ വ്യാഖ്യാതാക്കൾ അങ്ങനെ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതും വിലപ്പോവില്ല എന്ന് ഈ വാക്യത്തിലൂടെ വ്യക്തമായപ്പോൾ ഇവിടെ ഇമ്രാൻ്റെ ഭാര്യ പ്രസവിച്ച കഥ തന്നെ പറയുന്നതോടുകൂടി അതും വിലപ്പോവില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഇനി ഓട്ടയടയ്ക്കാൻ നുണ പറയല്ലാതെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കിയ ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാവരും കൂടെ നമുക്ക് കന്യാമറിയത്തിന് ഇമ്രാൻ എന്ന് പറഞ്ഞൊരു വാപ്പാനെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു കൊടുക്കാം
എന്നിട്ട് ഹാറൂൻ്റെ സഹോദരി എന്ന് പറഞ്ഞതിനെ നമുക്ക് മറ്റേ ന്യായം പറഞ്ഞിട്ടും വെളുപ്പിച്ച് നോക്കാം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഒരു നുണ അങ്ങോട്ട് പറയുകയാണ് വ്യാഖ്യാതാക്കൾ ചെയ്തിട്ടുള്ളത്. ആ നുണയും ബൈബിളുമായി പൊരുത്തപ്പെടുന്നതല്ല. കന്യാമറിയത്തിൻ്റെ വാപ്പാൻ്റെ പേര് യോവാഹീം എന്നാണ്. അല്ലാതെ യോവാഹീം എന്ന വാക്കിനോട് ഒരു സാമ്യം പോലും ഇല്ലാത്ത അമ്രാനെ കൊണ്ടുവന്നിട്ട് അവിടെ ഫിറ്റ് ചെയ്തത് 2 മറിയമുകൾ ബൈബിളിൽ ഉണ്ടായിപ്പോയത് കൊണ്ട് മുഹമ്മദിന് ആശയക്കുഴപ്പം വന്നതാണ്. അത് 2 കഥാപാത്രങ്ങളും ഫ്യൂസായി പോയതാണ്. ഇതാണ് സംഭവം. മുഹമ്മദിന് പറ്റിയ ഈ അബദ്ധം അന്ന് തന്നെ ക്രിസ്ത്യാനികളും ജൂതന്മാരും കണ്ടെത്തുകയും മുഹമ്മദിൻ്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പ് തന്നെ മുഹമ്മദ് ഹാറൂൻ്റെ സഹോദരി എന്നും ഇമ്രാൻ്റെ ഭാര്യ പ്രസവിച്ചവൾ എന്നും ഒക്കെ ഇതിനകത്ത് കഥ പറഞ്ഞു പോയതുകൊണ്ട് മുഹമ്മദിന് മാറ്റി പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എന്തൊക്കെയോ അവസരത്തിനനുസരിച്ച് ഓരോന്ന് പറഞ്ഞ് തടി കഴിച്ചിലായതാണ്. ആ പറഞ്ഞതുപോലും ആയിഷക്ക് പോലും അറിയുമായിരുന്നില്ല എന്നുള്ളതാണ് ആ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നജ്റാനിലെ ക്രിസ്ത്യാനികൾ സംശയം ചോദിച്ചപ്പോൾ അതിന് മുഹമ്മദ് മറുപടി പറയാൻ ശ്രമിച്ച ഹദീസാണ് ഈ കാണുന്നത്. മുഗീറ ഇബ്നു ശുഅബ സെഡ്, "When I reached Najran, they questioned me, saying, 'You Muslims read, O sister of Aaron, but Moses was before Jesus,' and so on. So when I went to the prophet, I asked him about this, and he said, 'They used to be marked, alternatively called, branded by their prophets and righteous ones before them.'" അവരുടെ പ്രവാചകന്മാരുടെയും അവരുടെ മഹാന്മാരുടെയും ഒക്കെ പേരിൽ അവരുടെ വംശം അറിയപ്പെട്ടിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് തൽക്കാലം ക്രിസ്ത്യാനികൾ ഉന്നയിച്ച സംശയവുമായി വന്ന ഒരു സഹാബിയോട് മുഹമ്മദ് ഒരു നുണ തട്ടിവിട്ടിട്ട് രക്ഷപ്പെടുന്നതാണ് ഈ ഹദീസിൽ കാണുന്നത്. ഇനി ആയിഷയോട് വേറൊരാളെ ചോദിച്ച ഹദീസ് തബരി ഉദ്ധരിച്ചതാണ് ഈ കാണുന്നത്. മുഹമ്മദ് ബിൻ സിറീൻ സെഡ്, "I was informed that Ka'b said, 'The Quran saying, O sister of Aaron, does not refer to Aaron, the brother of Moses.' Aisha said to him, 'You have spoken falsely.' Ka'b said, 'O mother of the believers, if the prophet said this, then he knows more and is better informed. But as for me, said this that is contrary to my opinion, then I concede because he knows more and is better informed. But as for me, I find between them, that is Aaron and Mary, 600 years. She did not say anything more.'" 600 കൊല്ലമൊന്നല്ല, 1500 കൊല്ലം വ്യത്യാസമുണ്ട് ഈ മറിയമും മറ്റേ മറിയമും തമ്മിൽ. എന്നിട്ട് ആയിഷയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ഈ സിസ്റ്റർ ഓഫ് ആരൂൺ എന്ന് പറയുന്നത് മൂസാ നബിയുടെ സഹോദരനായ ആറൂൻ്റെ കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ആയിഷ, "നീ പറഞ്ഞത് തെറ്റാണ്, അത് തന്നെയാണ്" എന്ന് തിരുത്തി പറഞ്ഞു എന്നും, അപ്പോൾ മറ്റേയാൾ നബി അങ്ങനല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ആയിഷ മിണ്ടാതിരുന്നു എന്നുമാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പോൾ ആയിഷയ്ക്ക് പോലും ധാരണ സിസ്റ്റർ ഓഫ് ആരോൺ, ആറോൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ മൂസാ നബിയുടെ സഹോദരി തന്നെയാണ് ഈ മറിയം എന്നായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ 2 കാലഘട്ടത്തിൽ ജീവിച്ചവരാണെന്നും ആ കഥയുടെ ഒരു ചരിത്രം എന്താണ് എന്നതിനെക്കുറിച്ചൊന്നും മുഹമ്മദിന് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് ഈ കഥാപാത്രങ്ങളെ പരസ്പരം ഫ്യൂസ് ചെയ്തിട്ട് ഒന്നാക്കി ഈ മണ്ടത്തരം അവതരിപ്പിച്ചത്. ആ മണ്ടത്തരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഹമ്മദ് ചില ശ്രമങ്ങൾ നടത്തി. അത് മുഹമ്മദിൻ്റെ തന്നെ വെളിപാടുകൾക്ക് മുമ്പിൽ പൊളിഞ്ഞുപോയി. പക്ഷേ ആ അബദ്ധം എങ്ങനെ ഓട്ടയടിച്ചാലും അടയില്ല എന്ന് മനസ്സിലാക്കിയ ഖുർആൻ വ്യാഖ്യാതാക്കൾ പിന്നീട് മുഹമ്മദ് പോലും പറയാത്ത ഒരു നുണ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ആ നുണയാണ് വേറൊരു അമ്രാൻ്റെ പുത്രിയാണ് ഈ കന്യാമറിയം എന്ന നുണ. പക്ഷേ കന്യാമറിയത്തിൻ്റെ പിതാവിൻ്റെ പേര് ബൈബിളിൽ അവിടെ കിടപ്പുണ്ട്, അത് അമ്രാനല്ല. കന്യാമറിയത്തിന് സഹോദരന്മാരുണ്ടായിരുന്നില്ല, ഹാറൂൻ എന്ന് പറയുന്നൊരു സഹോദരനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബൈബിളിൽ പറഞ്ഞ ഹാറൂൻ്റെ സഹോദരി മറിയം കന്യാമറിയമാണ് എന്ന് മുഹമ്മദ് തെറ്റായി മനസ്സിലാക്കി അത് വെളിപാടായിട്ട് വെച്ച് കാച്ചിയതാണ്. അള്ളാൻ്റെ വെളിപാട് എന്നും പറഞ്ഞ് മുഹമ്മദ് ഈ കഥകൾ പറഞ്ഞപ്പോൾ ഇതുപോലെ മുഹമ്മദിന് നിരവധി അമളികൾ പറ്റിയിട്ടുണ്ട്. ഖുർആൻ ദൈവീക ഗ്രന്ഥമാണ് എന്ന് വിശ്വസിക്കാത്ത നിവൃത്തിയില്ലാത്ത ആളുകൾ ഈ ഓട്ടയെ കടക്കാൻ വേണ്ടി കിടന്ന് ഉരുളുന്നതും ബുദ്ധിമുട്ടുന്നതുമാണ് നമ്മൾ കാണുന്നത്. ഇനി അമാനി മൗലവിയുടെ ഉരുളൽ വായിക്കാം.
ഇമ്രാൻ എന്ന് പറഞ്ഞത് മൂസ, ഹാറൂൻ എന്നീ നബിമാരുടെ പിതാവായ ഇമ്രാനാണെന്നും ഇമ്രാൻ കുടുംബം എന്ന വാക്കിൽ അവർ രണ്ടുപേരും ഉൾപ്പെടുമെന്നുമാണ് ചിലരുടെ അഭിപ്രായം. ഈസാ നബിയുടെ മാതാവായ മറിയം ബീവിയുടെ പിതാവായ ഇമ്രാനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ഉദ്ദേശ്യമെന്നത്രേ മറ്റൊരു അഭിപ്രായം. തുടർന്നുള്ള വചനങ്ങളിലെ പ്രധാന പ്രതിപാദ്യം ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ചാണെന്ന വസ്തുതയും ഇമ്രാൻ്റെ സ്ത്രീ പറഞ്ഞപ്പോൾ എന്നുള്ള അടുത്ത വചനത്തിൻ്റെ തുടക്കവും നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ അഭിപ്രായത്തിനാണ് മുൻഗണന കാണുന്നത്. ഇമ്രാൻ്റെ സ്ത്രീ എന്നതിനും ഇമ്രാൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ എന്നാണ് ഒന്നാമത്തെ അഭിപ്രായക്കാർ അർത്ഥമാക്കുന്നത്. ഇതത്ര നന്നായി തോന്നുന്നില്ല. ഏതായാലും തുടർന്നുള്ള വചനങ്ങളിൽ ഈസാ, സക്കറിയ, യഹ്യ എന്നീ നബിമാരെക്കുറിച്ചുള്ള പ്രസ്താവനകൾക്ക് ഒരു മുഖവുര എന്നോണമാണ് ഈ വചനങ്ങൾ നിലകൊള്ളുന്നത്. ആദം തൊട്ട് ഇമ്രാൻ കുടുംബം വരെയും അതിനുശേഷവുമുള്ള എല്ലാ ചരിത്രങ്ങളും സവിശദം അള്ളാഹുവിനറിയാമെന്നുള്ള ഒരു സൂചന, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനാണ് എന്ന അവസാനത്തെ വാക്യത്തിലുള്ളതായി കാണാവുന്നതാണ്. അള്ളാഹു അലം. ഇതാണ് അമാനി മൗലവിയുടെ ഉരുളൽ. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് ഇമാം റാസി പറഞ്ഞതും ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് മൗദൂദി എഴുതി വെച്ചതും അമാനി മൗലവി എഴുതിയ ഉരുളലും ഒക്കെ നമ്മൾ വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ടും ബോധ്യപ്പെടും. ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ച 2 ഹദീസുകളും ഇതുതന്നെയാണ് തെളിയിക്കുന്നത്. ഇവിടെ മുഹമ്മദും തരികിട കളിച്ചു, ഉരുളാൻ ശ്രമിച്ചു, വ്യാഖ്യാതാക്കളും ഉരുളാൻ ശ്രമിക്കുന്നു. മുഹമ്മദ് പോലും പറയാത്ത നുണ പറഞ്ഞുകൊണ്ടാണ് വ്യാഖ്യാതാക്കൾ ഇതിനിപ്പോൾ ഓട്ടയടക്കുന്നത്. ബൈബിളിൽ ഇല്ലാത്ത കഥാപാത്രങ്ങളെ ഖുർആനിൽ കൊണ്ടുവന്ന് തിരികെ ചേർത്തുകൊണ്ട് മുഹമ്മദിൻ്റെ അബദ്ധത്തിൻ്റെ ഓട്ടയടക്കാനുള്ള ശ്രമമാണ് വ്യാഖ്യാതാക്കൾ നടത്തിയിട്ടുള്ളത്. ഇനി ഈ കഥയാണ് പറഞ്ഞു പോകുന്നത്. ആ കഥ വായിച്ച് ഒരുപാട് സമയം കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ആ കഥ ഒന്ന് വായിച്ചു പോകാമെന്ന് മാത്രം. ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം: എൻ്റെ രക്ഷിതാവേ, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഒഴിഞ്ഞു വെക്കാൻ ഞാൻ നേർച്ച അറിഞ്ഞിരിക്കുന്നു. ആകയാൽ എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ. തീർച്ചയായും നീ കേൾക്കുന്നവനും അറിയുന്നവനും അത്രേ. എന്നിട്ട് പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു: എൻ്റെ രക്ഷിതാവേ, ഞാൻ പ്രസവിച്ച കുട്ടി പെണ്ണാണല്ലോ. എന്നാൽ അള്ളാഹു അവൾ പ്രസവിച്ചതിനെ പറ്റി കൂടുതൽ അറിവുള്ളവരത്രേ. ആണ് പെണ്ണിനെ പോലെയല്ല. ആ കുട്ടിക്ക് ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അവളെയും അവളുടെ സന്തതികളെയും രക്ഷിക്കുവാനായി ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കുട്ടി പെണ്ണായതുകൊണ്ട് നേർച്ചക്ക് കൊടുക്കാൻ പറ്റില്ല, പെണ്ണുമാണ് ഒരുപോലെ അല്ലല്ലോ എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അതിനൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ വ്യാഖ്യാനങ്ങളിലുണ്ട്. ജൂതന്മാരുടെ ആചാരങ്ങളെക്കുറിച്ചും അതിപ്പോൾ നമുക്ക് ബാധകമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഉരുളൽ കാണാം. ഞാനതിലേക്കൊന്നും പോകുന്നില്ല, കാരണം ഈ കഥയ്ക്കൊന്നും ഇനി വലിയ പ്രാധാന്യമില്ല. ബൈബിളിലെ കഥയും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ബൈബിളൊന്ന് വായിച്ചു നോക്കിയിട്ട് ഇതും കൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ ആർക്കും ബോധ്യപ്പെടും. 37 അവളുടെ, അതായത് മറിയമിൻ്റെ രക്ഷിതാവ് അവളെ നല്ല നിലയിൽ സ്വീകരിക്കുകയും നല്ല നിലയിൽ വളർത്തിക്കൊണ്ട് വരികയും അവളുടെ സംരക്ഷണ ചുമതല അവൻ സക്കറിയയെ ഏൽപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥനാവേദിയിൽ അവളുടെ അടുക്കൽ സക്കറിയ കടന്നു ചെല്ലുമ്പോഴെല്ലാം അവളുടെ അടുത്ത് എന്തെങ്കിലും ആഹാരം കണ്ടെത്തുമായിരുന്നു. അദ്ദേഹം ചോദിച്ചു: മറിയമേ, നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? അവൾ മറുപടി പറഞ്ഞു: അത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്നതാകുന്നു. തീർച്ചയായും അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നൽകുന്നു. അള്ളാഹു ഇങ്ങനെ ഒരു കാറ്ററിംഗ് ഏജൻ്റായിട്ട് ഇവൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്ന പരിപാടിയിലായിരുന്നു അന്ന് എന്നാണ് ഈ പറഞ്ഞത്. അതൊക്കെ കറാമത്തായിട്ടാണ് വിശദീകരിക്കുന്നത്. 38 അവിടെ വെച്ച് സക്കറിയ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു: എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ നിൻ്റെ പക്കൽ നിന്ന് ഒരു ഉത്തമ സന്താനത്തെ നൽകണമേ. തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. അള്ളാഹുവിൻ്റെ വേറൊരു ഏർപ്പാടാണ് ഈ വയസ്സായ ആൾക്കാർക്കൊക്കെ കുട്ടികളുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അത് ഒരുപാട് കഥകളിൽ പറയുന്നുണ്ട്. ഇവിടെ ഈ സക്കറിയ എന്ന് പറയുന്നത് ഈ മറിയമിൻ്റെ ഒരു അങ്കിളാണ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ബൈബിൾ കഥയിൽ നിന്ന് മുഹമ്മദ് കേട്ട പൊട്ടും പൊടിയും വെച്ച് അവതരിപ്പിച്ചതാണ്. അങ്ങനെ അദ്ദേഹം മിഹ്റാബിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു: യഹ്യായെ പറ്റി അള്ളാഹു നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അള്ളാഹുവിൽ നിന്നുള്ള ഒരു വചനത്തെ ശരിവെക്കുന്നവനും നേതാവും ആത്മനിയന്ത്രണമുള്ളവനും സദ്വൃത്തരിൽപ്പെട്ട ഒരു പ്രവാചകനും ആയിരിക്കും അവൻ. അങ്ങനെ സക്കറിയാക്ക് യഹ്യ എന്ന് പറയുന്ന വേറൊരു മകൻ ഉണ്ടാവാൻ പോകുന്നു എന്നും ആ മകനും പ്രവാചകനാവുന്നു എന്നും, അങ്ങനെ പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ സ്ഥാനമായിട്ട് മാറുന്നു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. നേരത്തെ തുടക്കത്തിലും പറഞ്ഞു ചിലർക്ക് മക്കളായിട്ടും പ്രവാചകനായി വന്നു എന്നൊക്കെ പറഞ്ഞു. അതായിരുന്നു അന്നത്തെ ഏർപ്പാട്. 40 അദ്ദേഹം പറഞ്ഞു: എൻ്റെ രക്ഷിതാവേ, എനിക്കെങ്ങനെയാണ് ഒരു ആൺകുട്ടി ഉണ്ടാവുക? എനിക്ക് വാർദ്ധക്യം എത്തിക്കഴിഞ്ഞു. എൻ്റെ ഭാര്യയാണെങ്കിൽ മച്ചിയാണ് താനും. അള്ളാഹു പറഞ്ഞു: അങ്ങനെ തന്നെയാകുന്നു, അത് താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു. അപ്പോൾ മച്ചികളായ പെണ്ണുങ്ങൾക്കും വയസ്സായ ആൾക്കാർക്കൊക്കെ കുട്ടികളുണ്ടാക്കി കൊടുക്കുക എന്നുള്ള കറാമത്തായിരുന്നു അള്ളാഹുവിൻ്റെ ഒരു പ്രധാന
കറാമത്ത്. 41 അദ്ദേഹം പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ എനിക്കൊരടയാളം ഏർപ്പെടുത്തി തരണമേ. അള്ളാഹു പറഞ്ഞു, നിനക്കുള്ള അടയാളം ആംഗ്യരൂപത്തിലല്ലാതെ 3 ദിവസം നീ മനുഷ്യരോട് സംസാരിക്കാതിരിക്കലാണ്. നിൻ്റെ രക്ഷിതാവിനെ നീ ധാരാളം ഓർമ്മിക്കുകയും വൈകുന്നേരവും രാവിലെയും അവൻ്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുകയും ചെയ്യുക. 42 മലക്കുകൾ പറഞ്ഞ സന്ദർഭം. മറിയമേ, തീർച്ചയായും അള്ളാഹു നിന്നെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും നിനക്ക് പരിശുദ്ധി നൽകുകയും ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഉത്കൃഷ്ടയായി നിന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. മറിയമേ, നിൻ്റെ രക്ഷിതാവിനോട് നീ ഭയഭക്തി കാണിക്കുകയും സാഷ്ടാംഗം ചെയ്യുകയും തല കുനിക്കുന്നവരോടൊപ്പം തല കുനിക്കുകയും ചെയ്യുക. 44 നാം നിനക്ക് ബോധനം നൽകുന്ന അദൃശ്യ വാർത്തകളിൽ പെട്ടതാകുന്നു അവയൊക്കെ. അവരിൽ ആരാണ് മറിയമിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുവാനായി അവർ തങ്ങളുടെ അമ്പുകളിട്ടുകൊണ്ട് നറുക്കെടുപ്പ് നടത്തിയിരുന്ന സമയത്ത് നീ അവരുടെ അടുത്തുണ്ടായിരുന്നില്ലല്ലോ. അവർ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും നീ അവരുടെ അടുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ മുഹമ്മദ് ഈ കഥയൊക്കെ അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ പൊട്ടും പൊടിയാണ് പറയുന്നത് എന്നും മണ്ടത്തരങ്ങളാണ് പറയുന്നത് എന്നും ആരോപണം നാനാഭാഗത്തു നിന്നും വന്നപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ അള്ളാഹു വഹി ഇറക്കി കൊടുക്കുന്നതാണ് എന്ന് കൂടെ ഉള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു തരികിട വർത്തമാനമാണ് ഇപ്പോൾ നമ്മൾ ഈ വായിച്ചത്. അന്ന് ഈ കഥയൊക്കെ നടക്കുമ്പോൾ ഈ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ എനിക്ക് ഈ കഥയൊക്കെ ഇവിടുന്ന് കിട്ടും എന്ന്. ഈ കഥയൊക്കെ എവിടുന്നാണ് കിട്ടിയത് എന്നതിൻ്റെ തെളിവുകൾ ചരിത്രത്തിൽ തന്നെ ധാരാളമുണ്ട്. മുഹമ്മദിന് ഈ കഥ പറഞ്ഞു കൊടുത്തിരുന്നവർ ആരൊക്കെയാണെന്നുള്ളതും അവരുടെ പേര് പറഞ്ഞുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ തന്നെ മുഹമ്മദിനെ പരിഹസിച്ചിരുന്നതുമൊക്കെ ചരിത്രത്തിലുണ്ട്. 45 മലക്കുകൾ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. മറിയമേ, തീർച്ചയായും അള്ളാഹു നിനക്ക് അവൻ്റെ പക്കൽ നിന്നുള്ള ഒരു വചനത്തെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുന്നു. അവൻ്റെ പേര് മറിയമിൻ്റെ മകൻ മസീഹ് ഈസ എന്നാകുന്നു. അവൻ ഇഹത്തിലും പരത്തിലും മഹത്വമുള്ളവനും സാമീപ്യം സിദ്ധിച്ചവരിൽ പെട്ടവനുമായിരിക്കും. ഇവിടെ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഒരു വചനമാണ് യേശു ക്രിസ്തു എന്നാണ് ഇവിടെ പറയുന്നത്. ആ വചനം വെച്ചിട്ടാണ് ക്രിസ്ത്യാനികൾ വന്നിട്ട് മുഹമ്മദിനെ വെള്ളം കുടിപ്പിച്ചത്. 46 തൊട്ടിലിലായിരിക്കുമ്പോഴും മധ്യവയസ്കനായിരിക്കുമ്പോഴും അവൻ ജനങ്ങളോട് സംസാരിക്കുന്നതാണ്. അവൻ സദ്വൃത്തരിൽപ്പെട്ടവനുമായിരിക്കും. 47 അവൾ പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, എനിക്ക് എങ്ങനെയാണ് കുട്ടിയുണ്ടാവുക? അപ്പോൾ മലക്കുകൾ വന്നിട്ടാണ് മറിയമിനോട് ആദ്യം വർത്താനം പറയുന്നത്. പിന്നെ മലക്കുകളെ വിട്ടിട്ട് അവൾ നേരിട്ട് അള്ളാഹിനോട് വർത്താനം പറയുകയാണ്. അവൾ പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, എനിക്ക് എങ്ങനെയാണ് കുട്ടിയുണ്ടാവുക? എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ലല്ലോ. അള്ളാഹു പറഞ്ഞു, അങ്ങനെ തന്നെയാകുന്നു. താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നു. അവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോടുണ്ടാവൂ എന്ന് പറയുക മാത്രം അവൻ ചെയ്യുന്നു, അപ്പോൾ അതുണ്ടാകുന്നു. അപ്പോൾ ഇവിടെ മലക്കുകളായിട്ടുള്ള വർത്താനത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് മറിയം നേരിട്ട് അള്ളാഹിനോട് വർത്താനം തുടങ്ങി. അപ്പോൾ തിരിച്ച് മറുപടി അള്ളാഹിൻ്റെ വകയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ മലക്കുകൾ എന്തായിന്നറിയില്ല. ഇങ്ങനെ ഒരു കഥ പറഞ്ഞു വരുമ്പോൾ ആ കഥ പറച്ചിലിൽ പാലിക്കേണ്ട ഒരു സാമാന്യമായ ഭാഷാ ഗ്രാമർ ഉണ്ട്. അതുപോലും ഇല്ലാതെ മനസ്സിലുള്ള കഥകൾ പൊട്ടും പൊടിയായിട്ട് ഒരു ഗ്രാമറും ഇല്ലാതെ അവതരിപ്പിക്കുകയായിരുന്നു മുഹമ്മദിൻ്റെ പരിപാടി. 48 അവന്, അതായത് ഈസാക്ക് ബ്രാക്കറ്റിൽ, അള്ളാഹു ഗ്രന്ഥവും ജ്ഞാനവും തൗറാത്തും ഇഞ്ചീലും പഠിപ്പിക്കുകയും ചെയ്യും. 49 ഇസ്രായേൽ സന്തതികളിലേക്ക് അവനെ ദൂതനായി നിയോഗിക്കുകയും ചെയ്യും. അവൻ അവരോട് പറയും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. പക്ഷിയുടെ ആകൃതിയിൽ ഒരു കളിമൺ രൂപം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുകയും എന്നിട്ട് ഞാൻ അതിൽ ഊതുമ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം അതൊരു പക്ഷിയായി തീരുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം ജന്മനാ കാഴ്ചയില്ലാത്തവനെയും പാണ്ഡുരോഗിയെയും ഞാൻ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ തിന്നുന്നതിനെപ്പറ്റിയും നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ച് വെക്കുന്നതിനെപ്പറ്റിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞറിയിച്ചു തരികയും ചെയ്യും. തീർച്ചയായും അതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കഥയിൽ മുഹമ്മദ് കേട്ട കാര്യങ്ങളൊക്കെ യേശുക്രിസ്തു തന്നെ ആദ്യം തന്നെ അഡ്വാൻസ് ആയിട്ട് അവരോട് എന്നാണ് പറയുന്നതായിട്ടാണ് മുഹമ്മദ് ഇവിടെ കഥ പറയുന്നത്. 50 എൻ്റെ മുമ്പിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളിൽ ചിലത് നിങ്ങൾക്ക് അനുവദിച്ചു തരുവാൻ വേണ്ടിയുമാകുന്നു. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തവും നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവീൻ. മുഹമ്മദ് നാട്ടുകാരോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ യേശുവിൻ്റെ തൊള്ളയിൽ വെച്ച് കിട്ടിയിട്ട് അള്ളാഹിൻ്റെ പേരിൽ പറയുകയാണ്. തീർച്ചയായും അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവാകുന്നു. അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക. ഇതാകുന്നു നേരായ മാർഗം. അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവമൊന്നും ഈ ബൈബിൾ കഥയിൽ പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെയും നാവിൽ നിന്ന് വന്നിട്ടില്ല. അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് അവരാരും മിണ്ടിയിട്ടുമില്ല. 52 എന്നിട്ട് ഈസായ്ക്ക് അവരുടെ നിഷേധ സ്വഭാവം ബോധ്യമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഇങ്കിലേക്ക് എൻ്റെ സഹായികളായി ആരുണ്ട്? ഹവാരികൾ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാകുന്നു. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ കീഴ്പ്പെട്ടവരാണ് എന്നതിന് താങ്കൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്യണം.
തുടർന്ന് അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, നീ അവതരിപ്പിച്ചു തന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുകയും നിൻ്റെ ദൂതനെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ സാക്ഷ്യം വഹിച്ചവരോടൊപ്പം ഞങ്ങളെ നീ രേഖപ്പെടുത്തണമേ. അവർ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു. അള്ളാഹു നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. അള്ളാഹു പറഞ്ഞ സന്ദർഭം: ഹേ ഈസ, തീർച്ചയായും നിന്നെ നാം പൂർണ്ണമായി ഏറ്റെടുക്കുകയും എൻ്റെ അടുക്കലേക്ക് നിന്നെ ഉയർത്തുകയും സത്യനിഷേധികളിൽ നിന്ന് നിന്നെ നാം ശുദ്ധമാക്കുകയും നിന്നെ പിന്തുടർന്നവരെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരേക്കും സത്യനിഷേധികളെക്കാൾ ഉന്നതന്മാരാക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം. നിങ്ങൾ ഭിന്നിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അപ്പോൾ ഞാൻ നിങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. എന്നാൽ സത്യം നിഷേധിച്ചവർക്ക് ഇഹത്തിലും പരത്തിലും ഞാൻ കഠിനമായ ശിക്ഷ നൽകുന്നതാണ്. അവർക്ക് സഹായികളായി ആരുമുണ്ടായിരിക്കുന്നതല്ല. അങ്ങനെ മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകൾ, ഈ കഥകളിലൂടെ ഈ യേശുവിൻ്റെയും മൂസയുടെയും ഒക്കെ കഥകളൂടെ പെറുക്കിയെടുത്ത് അതിൻ്റെയൊക്കെ പൊട്ടും പൊടിയും അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ വായിൽ തിരികിക്കൊണ്ട് മുഹമ്മദ് പറയുന്നതാണ് ഇവിടെ. ആ പറയുന്നിടത്ത് മുഴുവൻ ആ യഥാർത്ഥ കഥകളിൽ നിന്നുള്ള വ്യത്യാസം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മുഹമ്മദിൻ്റെ എല്ലാ കള്ളത്തരവും ഇവിടെ പൊളിയും. വ്യത്യാസം മാത്രമല്ല, ഈ പറഞ്ഞതുപോലുള്ള മരമണ്ടത്തരങ്ങളും നിരവധി മണ്ടത്തരങ്ങളും മുഹമ്മദിന് ഈ കഥകൾ പുനരാവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ സംഭവിച്ചിട്ടുണ്ട്. അടുത്ത വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ തുടരാം.